ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പോൾ ഉള്ളത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്നെയാണ്. അതായത് രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് വെച്ചല്ല, രണ്ടുപേരെയും ഒരേ സ്ഥലത്ത് വെച്ചാണ് ചോദ്യം ചെയ്യേണ്ടത്. പക്ഷേ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയാണോ അതോ വെവ്വേറെയാണോ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നമുക്ക് നിലവിൽ പറയാൻ സാധിക്കില്ല. കാരണം ക്രൈംബ്രാഞ്ചിന്റെ നേരത്തെയുള്ള ചോദ്യം ചെയ്യലടക്കം രണ്ടുപേരെയും ആദ്യഘട്ടത്തിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമുക്കൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇന്ന് രാവിലെ 10:30 തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് അടൂർ പ്രകാശിനോട് എത്താൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രണ്ടുപേരുമുണ്ട്. നേരത്തെ നമുക്കറിയാം പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോഴും ADGPയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും ADGPയുടെ സാന്നിധ്യമുള്ളത്. ഒപ്പം തന്നെ 2 SP-മാരും പങ്കെടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നേരത്തെയും രണ്ടുപേരെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ സമാന്തരമായി ചോദ്യം ചെയ്ത് നടക്കുമ്പോൾ 2 SP-മാരുടെ നേതൃത്വത്തിലാണ് നടക്കാറുള്ളത്. ഒന്ന് SP ശശിധരന്റെയും ഒന്ന് ബിജയുടെ നേതൃത്വത്തിൽ, അങ്ങനെ 2 SP-മാരുടെ നേതൃത്വം നടക്കാറുണ്ട്. ഇനി ആദ്യഘട്ടത്തിൽ 2 തിരിച്ചുള്ള ചോദ്യത്തിന് ശേഷം പിന്നീട് ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും ഉണ്ടാകും. ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇവർ പറയുന്നത് കളവാണോ അല്ലെങ്കിൽ SITയുടെ കയ്യിലുള്ള തെളിവുകൾ, ആ തെളിവുകളെ വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടി അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പാരിതോഷികം താൻ പറ്റിയതിൽ ഈന്തപ്പഴമാണ് എന്നാണ് മാധ്യമങ്ങളോടക്കം നേരത്തെ അടൂർ പ്രകാശ് നൽകിയത്. പക്ഷേ മാധ്യമങ്ങൾ യാതൊരു തെളിവുകളുമില്ലാതെ ചോദിച്ച ചോദ്യത്തിനാണ് അടൂർ പ്രകാശ് അത്തരത്തിലുള്ള മറുപടി പറഞ്ഞത്. പക്ഷേ SITയുടെ പക്കൽ അങ്ങനെ ആയിരിക്കില്ല. SITയുടെ പക്കൽ ഓരോ ചോദ്യത്തിനും അതിൻ്റെതായ തെളിവുകൾ SITയുടെ പക്കൽ ഉണ്ടെങ്കിൽ ആ തെളിവുകളെ എങ്ങനെ മറികടക്കാൻ അടൂർ പ്രകാശിന് കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തിന് പുറത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ ഈ പറയുന്ന ഈ സ്വർണ്ണക്കൊള്ളക്കേസിലെ ഗുണഭോക്താക്കളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ്, ഇവരുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത് പോലെയല്ല, അതായത് ഒരു വോട്ടറോട് താൻ ബന്ധപ്പെട്ടത് പോലെയാണെന്നുള്ള പോലെയല്ല SITയോട് വിശദീകരിക്കേണ്ടത്. കാരണം SITയുടെ പക്കൽ ഇതിനോടകം തന്നെ ഈ അവസാന ഘട്ടത്തിലേക്ക് അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് അടൂർ പ്രകാശിന് ക്ലീൻ ചിറ്റ് കൊടുത്തു എന്നുള്ള ആരോപണം നിലവിൽ ഭരണപക്ഷത്ത് നിന്ന്, അതായത് പാർട്ടിക്ക് CPM-നകത്ത് നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ SIT കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ എന്തുകൊണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല? പക്ഷേ ഇവിടെ SITയുടെ പക്കൽ അന്ന് തെളിവില്ലായിരുന്നു. ഇന്നിതാ തെളിവുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോഴിതാ ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമ്പോൾ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി വിളിപ്പിച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാടകീയമായ നീക്കമാണ്. കാരണം ഇത്തരത്തിൽ അടൂർ പ്രകാശിന് യാതൊരു സൂചന അല്ലെങ്കിൽ ഒരു വിവരശേഖരണം പോലും നേരത്തെ SIT നടത്തിയിരുന്നില്ല. അങ്ങനെയുള്ള വിവരശേഖരണം നടത്താതെ പെട്ടെന്നുള്ള ചോദ്യം ചെയ്യലിന് പിന്നിൽ SITയുടെ പക്കൽ കാതലായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്ത് വെച്ച് പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ അടക്കമുള്ള ആളുകളുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും സ്വർണ്ണക്കടത്തിലും അടൂർ പ്രകാശിന് ബന്ധമുണ്ട്. പക്ഷേ ഇപ്പോഴിത് നമുക്ക് സ്ഥിരീകരിക്കാനായിരിക്കില്ല. SIT അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ, വെഞ്ഞാറമൂട്ടിലെ വീട്ടിലടക്കം പോയിട്ടുണ്ട്. അത്തരത്തിൽ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രമണി P നായർക്കൊപ്പമാണ് അന്ന് പോയത്. അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് 2 തവണയാണ്. ഒരു തവണ പോയപ്പോൾ അടൂർ പ്രകാശ് കൂടെ ഉണ്ടായിരുന്നു, മറ്റൊരു തവണ ആന്റണി കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു തവണ പോയപ്പോൾ, ആദ്യഘട്ടത്തിൽ പോയപ്പോൾ സോണിയാഗാന്ധിക്ക് കാണാനുള്ള അനുമതി വാങ്ങിക്കൊടുത്തത് അടൂർ പ്രകാശ് ആണെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ തെളിവ് അന്ന് സോണിയാഗാന്ധിയെ കാണാൻ ഡൽഹിയിൽ പോയത് ഒരുമിച്ച് യാത്ര നടത്തിയാണോ, ഒപ്പം തന്നെ അന്നദാനത്തിന് വേണ്ടിയിട്ട് അന്ന് ഉദ്ഘാടകനായി വിളിച്ചപ്പോൾ എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ഡീൽ, ഒപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ചില വഴിപാട്, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചില വഴിപാടുകൾ നടത്തിയടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത്തരം കാര്യങ്ങളിൽ അങ്ങനെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ, അതായത് പല ക്ഷേത്രങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം വഴിപാട് നടത്തുകയായിരുന്നു. അവിടെ അന്നദാനത്തിന് ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ പല പ്രധാനപ്പെട്ട, അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിപാട് നടത്തിയെന്നും ആ വഴിപാടിൻ്റെയൊക്കെ അന്നദാനത്തിന് ഉദ്ഘാടകനായി അടൂർ പ്രകാശ് എത്തിയെന്നടക്കമുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ അന്നത്തെ രേഖകളടക്കം കൈവശം വെച്ചുകൊണ്ടായിരിക്കാം SITയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അടൂർ പ്രകാശിന്റെ മറുപടി എന്നതാണ് ഏറ്റവും നിർണായകം. അത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് പോലെ ആകില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിൽ കൃത്യമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് അടൂർ പ്രകാശിന് കുരുക്കായി മാറും. രാഷ്ട്രീയമായി വലിയ SIT വിളിപ്പിച്ചു എന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ ആ തെളിവുകൾ എന്താണ്? ആ തെളിവുകൾ കേവലം ഈ ചോദ്യം ചെയ്യലിൽ തീരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.